പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും നമസ്കാരം. വിശ്വാസികൾക്കെല്ലാം ഇന്ന് പുതിയൊരു വിഷയത്തിൽ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നോയമ്പ് കാലം ആകുന്നു. നോയമ്പ് കാലം ആകുമ്പോൾ നമുക്ക് ബൈബിൾ അധ്യയനം നിരന്തരമായിട്ട് നമ്മൾ എല്ലാ വീടുകളിലും നടക്കുന്നുണ്ട്. അതിലൊരു പ്രത്യേക ഒരു അധ്യയനം നമ്മൾ എപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായത്തെ പറ്റിയാണ് ആസ്പദമാക്കിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ കാണാൻ സാധിക്കുന്നത് ദാവീദ് രാജാവ് അദ്ദേഹത്തിനെ പറ്റി യഹോവയെ ഒരു ആട്ടിടയനായിട്ട് അല്ലെങ്കിൽ നല്ല ഒരു ഷെപ്പർഡായിട്ടും ആണ് ചിത്രീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇതിൻ്റെ അകത്ത് വർണ്ണനം ചെയ്യുന്നത്. ദാവീദിൻ്റെ സങ്കീർത്തനമായിട്ടാണ് അദ്ദേഹം പറയപ്പെടുന്നത്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകില്ല. ഇത് 1-ാം നമ്പർ ഇതിൻ്റെ അകത്ത് അവർ പറയുന്നത്. അതിൻ്റെ അകത്ത് ദാവീദ് രാജാവ് പറയുന്നതിൻ്റെ അർത്ഥം അദ്ദേഹം ഓൾറെഡി ഒരു ഷെപ്പർഡായിരുന്നു. ആടുമേടുകളെ വായിച്ചുകൊണ്ട് നടന്ന വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം രാജാവായതാണ്. അപ്പം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഈ പാപത്തിൽ വീണതിന് ശേഷം അദ്ദേഹം ദൈവത്തിൽ മാനസാന്തരപ്പെട്ട് അദ്ദേഹം ദൈവത്തോട് യാചിക്കുന്നതാണ് അത് പറയുന്നത്. നീ യഹോവ ഒരു ആട്ടിടയനാണ്, എന്നെ നീ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ എന്നെ നീ കാത്തു സൂക്ഷിക്കണം എന്ന് അദ്ദേഹം അതിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളെ എങ്ങനെ ഒരു ആടിനെ ഒരു ഷെപ്പർഡ് അല്ലെങ്കിൽ ഒരു ആട്ടിടയൻ കാത്തു സൂക്ഷിച്ച് അദ്ദേഹത്തിനെ കൊണ്ടു നടക്കുമ്പോൾ അതിനെ തീറ്റാനും പോറ്റാനും നോക്കാനും എല്ലാത്തിനും വേണ്ടി അന്ന് പറയുന്ന പോലെ തന്നെയാണ് യഹോവ നമ്മളെ നല്ലൊരു ആട്ടിടയനായിട്ട് നമ്മളെ ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളെപ്പറ്റി എപ്പോഴും നമ്മളെപ്പറ്റി ചിന്തിക്കുകയും നമ്മുടെ ആവശ്യങ്ങൾ അറിയുകയും നമ്മുടെ ഓരോ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ യഹോവ അതിൽ ശ്രദ്ധിക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മളെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കുറവും വരാത്ത രീതിയിൽ അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ആഹാരത്തിന് ആഹാരവും അല്ലെങ്കിൽ വസ്ത്രത്തിന് വസ്ത്രവും വീടിന് വീടും നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് യഹോവ നമ്മളെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടുത്ത പോയിന്റിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രകാരം പച്ചയായ പുല്ലും പുറത്തിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥമുള്ള വെള്ളത്തിൻ്റെ അരികത്തേക്ക് എന്നെ നടത്തുന്നു. ഇത് ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എങ്ങനെ ഒരു ആട്ടിടയർ ഒരു ആടിനെയും കണ്ട് നല്ല പച്ചയായ പുല്ലുകളുള്ളിടത്ത് കൊണ്ടുപോയി അതിനെ തീറ്റാൻ കൊണ്ടുപോയി അതിനെ വയർ നിറയ്ക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നമുക്കും അത് ഈ യഹോവയിൽ നിന്ന് നമുക്ക് നല്ലൊരു ആത്മീയ വളർച്ച നമുക്ക് യാതൊരു പ്രയാസവും കൂടാതെ നമുക്കത് ആത്മീയ പോഷണം നമുക്ക് തരുന്ന ഒരു അവസ്ഥയാണ് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മളെ നയിക്കുന്ന ഒരു ഇടയനായിട്ടാണ് നമ്മളെ അത് കാണാൻ സാധിക്കുന്നത്. അപ്പം ആത്മീയ പോഷണം നമുക്ക് യാതൊരു കുറവും കൂടാതെ നമ്മളെ കൊണ്ടു നടക്കുന്നത്, ആ ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് തരുന്നത്, നമ്മുടെ കൂട്ടായ്മയിൽ കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മൾ ഇതിനെ സംബന്ധിച്ച് 1 പത്രോസ് 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് ഇതിനെപ്പറ്റി കാണാൻ സാധിക്കുന്നത് ഈ പ്രകാരമാണ്. 1 പത്രോസ് 5. ഇതിൻ്റെ അകത്ത് നമുക്ക് നല്ലൊരു ആട്ടിടയനെ പോലെ നമുക്ക് നമ്മളെ ചിത്രീകരിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് ഞാനൊരു സിൽവാനുസാണ്, എൻ്റെ കൈ നിൻ്റെ വിശ്വാസയോഗ്യമായ ഒരു കൈയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിന്നിൽ ഞാനിപ്പോൾ സംക്ഷിപ്തമായിട്ടിത് പറഞ്ഞുകൊണ്ട് ഞാൻ വിറ്റ്നസ് വരുന്നത് യഹോവ ഒരു അനുഗ്രഹകാരിയാണ്, അദ്ദേഹം സ്ഥിരമായിട്ട് നമ്മളെ കാത്തു സൂക്ഷിക്കുന്ന വ്യക്തിയാണ് എന്നുള്ള ചിത്രീകരണമാണ് അതിൻ്റെ അകത്ത് നമുക്ക്. എന്ന് പറഞ്ഞാൽ ഒരു ആട്ടിടയനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ക്യാരക്ടറും അദ്ദേഹത്തിന് മേലുണ്ടാകണം. അപ്പോൾ നമ്മൾ ആ ഒരു
ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളെ നല്ല ആഹാരമുള്ള അടുത്താണ് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ നല്ല വെള്ളമുള്ള അടുത്ത് നമ്മളെ കൊണ്ടെത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശാന്തി സമാധാനവും കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക്, ആത്മീയ ശാന്തി സമാധാനവും കിട്ടുന്നിടത്താണ് നമ്മളെ യഹോവ കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ സംബന്ധിച്ച് സങ്കീർത്തനം 103 5 അധ്യായത്തിൽ നമ്മൾ കാണുമ്പോൾ, ഞാൻ നിന്നെ ഉത്തമ പദാർത്ഥങ്ങൾ നിനക്ക് തന്ന് നിന്നെ ഞാൻ തൃപ്തനാക്കുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോ നമുക്ക് ഓരോരുത്തർക്കും യഹോവ ആത്മീയപരമായ ഉത്തമമായ ജ്ഞാനങ്ങൾ നമുക്ക് തന്ന് നല്ല പോഷണത്തിൽ കൂടി നമ്മളെ അതിൽ പൂർണ്ണമായ തൃപ്തനാക്കി കൊണ്ടുവേണം ആണ് ഈ ജീവിതത്തിൽ നമ്മളെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി നമുക്ക് നല്ല തൃപ്തി വേണമെന്നുണ്ടെങ്കിൽ യഹോവ എപ്പോഴും നമുക്ക് നല്ല ആഹാരം തരുന്നുണ്ട്, നല്ല വസ്ത്രം തരുന്നുണ്ട്, നല്ല വീട് തരുന്നുണ്ട്, നല്ല ധനങ്ങൾ തരുന്നുണ്ട്, നല്ല ആവശ്യങ്ങളെല്ലാം നല്ല ജോലികൾ നമുക്ക് തരുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ആത്മീയപരമായ രീതിയിൽ നമ്മളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയാണ് യഹോവ ഇവിടെ നമുക്ക് എല്ലാം നല്ല കാര്യങ്ങൾ നമുക്ക് എപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതെല്ലാം ദൈവം നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നമുക്ക് ഈ ദാവൂദ് രാജാവ് ഇതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ കിട്ടിയ അനുഭവങ്ങളെപ്പറ്റി അദ്ദേഹം ദൈവികമായ രീതിയിൽ അദ്ദേഹം യഹോവയോട് പ്രാർത്ഥിക്കുന്നതാണ്. 3-ാമത്തെ അധ്യായത്തിൽ കാണാൻ 23-ന്റെ 3-ാമത്തെ പദത്തിൽ നമ്മൾ കാണുന്നത്, എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കും, തിരുനാമം നിമിത്തം എന്നെ നീതി പാത്രങ്ങളിൽ നടത്തും, നീതിപാതകളിൽ നടത്തുന്നു. അപ്പം നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ പാതയിൽ കൂടി നമ്മൾ സഞ്ചരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളെ നല്ലൊരു ആട്ടിടയനെ കൊണ്ട് നമ്മൾ കുഴിയിൽ വീഴാതെ, പാപത്തിൻ്റെ കുഴിയിൽ വീഴാതെ നമ്മൾ നല്ലൊരു ആട്ടിടയൻ്റെ രൂപത്തിൽ അദ്ദേഹം നമ്മളെ സൂക്ഷിച്ചു കണ്ട് ആത്മീയപരമായ വളർച്ചയിൽ നമ്മളെ കൊണ്ടു നടക്കുന്ന ഒരവസ്ഥയാണ് നമ്മളെപ്പോഴും. അങ്ങനെ നമ്മളെ ഒരു പാപത്തിൻ്റെ കുഴി വീണാൽ നമ്മളെ അവിടെ നിന്ന് എടുത്ത് നമ്മളെ പുനർസ്ഥാപിക്കപ്പെട്ടിട്ട് നമ്മൾ നവീനീകരിക്കപ്പെട്ടിട്ട് നമ്മളെ കൊണ്ടു നടക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ദൈവത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാലും ദൈവം നമ്മളെ വിടുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ദൈവം എപ്പോഴും നമ്മളെ ആത്മീയ ചൈതന്യം തന്നുകൊണ്ട് നമ്മളെ അത് കൊണ്ടു നടക്കുന്നത്. നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്, 100 ആടുകളുണ്ടെങ്കിൽ ഒരാട് മിസ്സായി പോയി കഴിഞ്ഞാൽ ആ ആടിനെ തിരങ്ങുകൊണ്ട് ആ ആട്ടിടയൻ പോയി ആ ആടിനെ പിടിച്ചുകൊണ്ട് വരുന്ന പോലെ തന്നെയാണ് നമ്മളെപ്പോലുള്ള പാപികളായിട്ടുള്ള ഓരോ ആടുകളെയും ദൈവം പിടിച്ചുകൊണ്ട് പോയി ആത്മീയപരമായ വളർച്ചയും പോഷണവും തന്ന് നമ്മളെ വളർത്തിയെടുത്ത് നമ്മളെ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഇതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും എല്ലാ വിവരങ്ങളും ദൈവത്തിന് അറിയാം. ആ നല്ല മാർഗദർശനത്തിൽ കൂടെ നമ്മളെ കൊണ്ടു നടക്കാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. അത് നമുക്ക് ആ പ്രാർത്ഥനയിൽ കൂടെ നമ്മൾ അതിനെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. നമ്മുടെ പ്രാർത്ഥന എപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ അനുയോജ്യമായ രീതിയിലും നമ്മുടെ ജീവിതമാർഗം എപ്പോഴും അതിന് അനുസരിച്ചുള്ളതായി തീരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. അടുത്തതായിട്ടുള്ള പോയിൻ്റ് ഇതിൻ്റെ 4-ാം പദത്തിൽ പറഞ്ഞ കുരിയിൽ താഴ്വഴിയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നവൻ ആണല്ലോ. നിൻ്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എപ്പോഴും നമുക്ക് മനസ്സിലാകുന്ന ദൈവം നമ്മളെ നമ്മുടെ ആത്മീയപരമായ ജീവിതത്തിൽ വളരെ പാപത്തിൽ അകപ്പെട്ട് ഒരു ക്രൂരമായ ഇരുട്ടിൽ നമ്മൾ പിശാചിക ശക്തിയിൽ നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാലും നമ്മളെ അതിൽ നിന്ന് പിടിച്ച് കരപറ്റുന്ന ആർക്കെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അത് യഹോവയ്ക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ആട്ടിടയൻ ഉണ്ടല്ലോ, എവിടെയെങ്കിലും കുഴിയിൽ വീണാൽ അദ്ദേഹത്തിനെ എടുത്തുകൊണ്ട് വരുന്നതും ആട്ടിടയനാണ്. ആ ആട്ടിടയൻ ആ കുഴിയിൽ നിന്ന് അദ്ദേഹത്തിനെ ഇട്ട് കളഞ്ഞേച്ച് പോരത്തില്ല എന്ന് പറഞ്ഞ പോലെ നമ്മുടെ യഹോവ നമ്മളെ ആ കുഴിയിൽ നിന്ന് നമ്മളെ എടുത്തുകൊണ്ട് നമ്മളെ കൊണ്ടുവരുന്ന ഒരു സാദൃശ്യമാണ് അവിടെ കാണുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആട്ടിടയൻ്റെ കയ്യിൽ ഒരു വടിയും ചെങ്കോലും കാണും. ആ വടിയും ചെങ്കോലും കൊണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഒരാട് മറിഞ്ഞോ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വടിയും കൊണ്ട് അദ്ദേഹത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് നേരെ വഴി കൂടെ നടത്തുവാനായിട്ടാണ് ആട്ടിടയൻ എപ്പോഴും ശ്രമിക്കുക. എന്ന് പറയുന്ന പോലെ നമ്മുടെ പിതാവ്, നമ്മുടെ യഹോവ നമ്മളെ ആവശ്യമെന്ന്
വന്നാൽ നമുക്ക് ദണ്ഡനം ചെയ്യുകയും നമ്മളെ ദണ്ഡിക്കുകയും അതോടൊപ്പം തന്നെ നമ്മളെ ശാസിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ശാസിക്കപ്പെട്ടും നമ്മൾ ദണ്ഡിക്കപ്പെട്ടും നമ്മൾ ജീവിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമ്മൾ നേരെ വഴി കൂടെ തന്നെ നമ്മൾ പോകും എന്നുള്ള സംശയമില്ല. ഇബ്രാനികളുടെ പുസ്തകം 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഈ പ്രകാരം പറയുന്നുണ്ട്, ദൈവം ആരോട് സ്നേഹിക്കുന്നോ അവരെ ശാസിക്കുന്നുണ്ട്. ആരെ പുത്രനായിട്ടൊന്ന് സ്വീകരിക്കുന്നോ അദ്ദേഹത്തിന് ഉണ്ടല്ലോ ചെങ്കോലും കൊണ്ട് അടി കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാകേണ്ടത് എൻ്റെ യഹോവ എന്നെ പാപികളായ എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ഒരു ഷെപ്പർഡ് എന്നുള്ള നിലയിൽ ഞങ്ങളെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൻ്റെ മൂലം അദ്ദേഹം നമ്മളെ ശാസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ നേരെ വഴിക്കൂടെ നമ്മൾ പോയില്ലെങ്കിൽ നമ്മളെ ആ സ്നേഹമുള്ളത് കൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ചെങ്കോലും കൊണ്ട് നമുക്ക് അടിയും കിട്ടുന്നുണ്ട്, നമുക്ക് ശിക്ഷയും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ ദൈവികത്തിൻ്റെ നേരായ വഴി കൂടെ നമ്മൾ പോകുന്നതും തെറ്റായ വഴി പോകാതും കുഴിയിൽ വീഴാതിരിക്കുന്നതും ചെയ്ത് ഇങ്ങനെ നമ്മൾ ഓരോ നിമിഷവും നമ്മളെ സൂക്ഷിച്ചാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒരാടിപ്പോൾ ഒരു മുൻപിൽ ഒരു കുഴിയുണ്ടെന്നുള്ള ആട് മനസ്സിലാകത്തില്ല. എനിക്കിപ്പോൾ എൻ്റെ തെറ്റുകൾ മനസ്സിലാകുന്നില്ല, ഏത് പാപത്തിലാണ് പോയി അടുത്ത നിമിഷം ഞാൻ വീഴാൻ പോകുന്നത്. അപ്പോൾ ആ പാപത്തിൽ നിന്ന് മുൻകൂട്ടി അറിയുന്ന പിതാവാണ് നമ്മുടെ യഹോവ. ആ മുൻകൂട്ടി അറിയുന്ന പിതാവ് ആ ഷെപ്പർഡിൻ്റെ കൂടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പം അടുത്ത പോയിൻ്റ് ഇതിൻ്റെ അകത്ത്, എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയുന്നു. ഇതിനെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, എൻ്റെ ശത്രുക്കളായിട്ടുള്ള ധാരാളം പേര് നമുക്ക് അജ്ഞാതമായിട്ടുള്ള ഒത്തിരി ശത്രുക്കളുണ്ട്. അവർ നമ്മളെ നഷ്ടപ്പെടുത്താനായിട്ട് ഒത്തിരി ശ്രമിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ആദൃശ്യമായ ശത്രുക്കളുടെ മുൻപിൽ നമ്മളെ ബലപ്പെടുത്തി അവരുടെ മുൻപിൽ നമ്മളെ മേശയൊരുക്കി നമ്മളെ റെസ്പെക്റ്റ് തന്ന് നമ്മളെ കൊണ്ടു നടക്കുന്നു. അപ്പം നമ്മൾ തല ഉയർത്തി അവിടെ നിന്ന് എല്ലായിടത്തും നടക്കുമ്പോൾ ദൈവം നമ്മുടെ ശത്രുക്കളെ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ടാണ് നമ്മുടെ തല ഉയർത്തി നമ്മളെ നടത്തുന്നത്, നമ്മളെ അവരുടെ മുൻപിൽ താഴാതിരിക്കാൻ സമ്മതിക്കുന്നത്. അപ്പോൾ നമ്മുടെ കാണുന്ന റെസ്പെക്റ്റും നമ്മുടെ ജീവിത ശൈലിയിൽ നമ്മൾ ജീവിക്കുന്ന അഭിമാനത്തോടുകൂടി പാപരഹിതമായിട്ട് ജീവിക്കുന്നതും എല്ലാം ദൈവത്തിൻ്റെ കരുണയും അനുഗ്രഹവും മാത്രം കൊണ്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ദൈവം നമ്മുടെ തലയിൽ എണ്ണ പുരട്ടി നമ്മളെ അഭിഷേകം ചെയ്യുകയും അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ പാനപാത്രത്തിൽ നമുക്ക് എണ്ണ ഒഴിച്ച്, അതായത് അനുഗ്രഹത്തിൻ്റെ എണ്ണ നമ്മുടെ തലയിലാണ്. ആ കപ്പിൻ്റെ അകത്ത് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ എണ്ണയാണ് അതിൻ്റെ അകത്ത് ഒഴിക്കുക. ആ അനുഗ്രഹം വളരെ ധാരാളമായ അനുഗ്രഹങ്ങൾ നമ്മുടെ തലയിൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ തല ഉയർത്തി നടക്കാൻ പറ്റുന്നത്, നമുക്ക് ഒരു ആക്ഷേപം ഇല്ലാതെ നടക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഒരു പിതാവിൻ്റെ കൂടെ ഒരു ഷെപ്പർഡിൻ്റെ കൂടെയാണ് നമ്മൾ നടക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്, നന്മയും കരുണയും എൻ്റെ ആയുസ്സുകാലം ഒക്കെയും എന്നെ പിന്തുടർന്ന് ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. സഹോദരിമാരെ, ഇത് നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ പൂർണ്ണമായ ലക്ഷ്യം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ യഹോവയെ പ്രസാദിപ്പിക്കുകയും യഹോവയെ പറയുന്ന ദയയുടെ ശക്തിയിൽ നമ്മൾ ജീവിക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മൾ യഹോവയുടെ ആലയത്തിൽ യഹോവയുടെ വസതിയിൽ നമ്മൾ സ്വർഗമായ വസതിയിൽ നമ്മൾ എത്തിച്ചേരുവാനായിട്ടാണ് നമ്മളെല്ലാവരും ഈ ആത്മീയപരമായ ജീവിതങ്ങളിൽ ജീവിക്കുന്നതും യഹോവയുടെ ഷെപ്പർഷിപ്പിൽ നമ്മൾ നടക്കുന്നതും. എന്താണെന്ന് വെച്ചാൽ, യഹോവ നമുക്ക് കൂടുതൽ ആശീഷങ്ങളും കൃപകളും നമുക്ക് തരുമ്പോൾ, നമുക്ക് ബ്ലെസ്സിങ്സ് തരുമ്പോൾ, അതിനെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ലാസ്റ്റിൽ നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടിക്കൊണ്ട് നമ്മൾ ദൈവത്തിൻ്റെ വസതിയിൽ നമ്മൾ എത്തിച്ചേരുവാനായിട്ടാണ് നമ്മളെല്ലാവരും ഇതിനു വേണ്ടി കിടന്ന പെടാപ്പാടുകൾ വരുന്നത്. ഈ നോയമ്പ് കാലത്ത് നമുക്ക് വേണ്ടി യഹോവയുടെ ഏകനായ പുത്രൻ നമുക്ക് ക്രൂശിൽ തറക്കപ്പെട്ട് നമുക്ക് വേണ്ടി പാപത്തിൽ നിന്ന് ബലിയാടായിട്ട് ഇന്ന് നമ്മുടെ സ്വർഗത്തിൽ സ്വർഗാരോഹണം ചെയ്ത് അതിനുശേഷം
സ്വർഗാരോഹണം ചെയ്ത ആ പിതാവിൻ്റെ ആ യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ഇന്ന് നമ്മുടെ കൂടെ, ഇന്ന് യഹോവയുടെ യഹോവയുടെ ആത്മാവ് ഇന്ന് പവിത്രാത്മാവിടെ രൂപത്തിൽ ഇന്ന് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മളെ സൂക്ഷിച്ചു കണ്ട് കൊണ്ടു നടക്കുന്ന ആ പിതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇന്ന് നമ്മൾ, ആ ഷിപ്പർഷിപ്പിലാണ് നമ്മൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എപ്പോഴും സദാസമയം ആ യഹോവ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി നമ്മളെ സുരക്ഷിതമായിട്ടും ആത്മീയപരമായിട്ടും വളർച്ചയോടുകൂടി നമ്മൾ ജീവിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ് എന്നുള്ള ഒരു ഓർമ്മയോടുകൂടി ഈ നോയമ്പ് കാലം നമുക്ക് കൂടുതൽ ശുദ്ധീകരണവും നവീകരണത്തിന് വേണ്ടി ആയിത്തീരട്ടെ എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ഷെപ്പർഡിൻ്റെ കൂടെ നമ്മൾ ആത്മീയ വളർച്ചയിൽ നമ്മൾ ജീവിക്കണം എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ